എല്ലാവരും ഉണ്ടാക്കി കഴിക്കണപ്പോൾ എനിക്കൊരാഗ്രഹം. അപ്പം ഞാനും വാങ്ങിച്ചു കേട്ടോ. ആദ്യം നമ്മൾ പാസ്ത ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളവും പിന്നെ ഉപ്പും ഓയിലും കൂടി ഒഴിച്ചിട്ട് പാസ്ത ഇട്ടിട്ട് വേവിക്കാൻ നോക്കണം. ഒരു 6 മിനിറ്റ് അതൊന്ന് വെന്ത് വരാനുണ്ട്, സമയമെടുക്കും കേട്ടോ. അപ്പോഴേക്കും നമ്മൾ അതിലേക്ക് വേണ്ട ഉള്ളിയും ക്യാരറ്റും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. പിന്നെ കുറച്ച് ചതച്ച മുളകും. ഇവിടുത്തെ ക്യാരറ്റ് നമ്മളെ നാട്ടിലെ ക്യാരറ്റിനേക്കാൾക്ക് ഇത്തിരി കളർ കൂടുതലായ കാരണം എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ. അത് തിന്നുമ്പോഴും എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. നാട്ടിലെ ക്യാരറ്റും പഞ്ചാബിലെ ക്യാരറ്റും വ്യത്യാസമുണ്ട് നല്ലപോലെ. അതൊന്ന് ചെറിയൊരു പാൻ വെച്ചിട്ട് ഇത്തിരി വെളിച്ചെണ്ണ വെച്ചിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. നിങ്ങൾക്ക് ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടറിലും ആക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ബട്ടർ കുറച്ചായതുകൊണ്ട് ഞാൻ ഓയിൽ ഒഴിച്ചിട്ടാണ് ആക്കിയത്. ഉണ്ടാക്കി പകുതിയാകുമ്പോഴേക്കും എൻ്റെ ഏട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിട്ടോ. അപ്പോൾ പിന്നെ ഏട്ടനും കൂടി സഹായിക്കാൻ നിന്ന്. ഞങ്ങളിത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഏട്ടനും എനിക്കും ഇതെന്താണെന്നുള്ളത് അറിയില്ലായിരുന്നു. ഇപ്പോൾ കാണുന്നത് അതിൻ്റെ സോസ് ശരിയാക്കാൻ കേട്ടോ. ചീസ് രണ്ടാക്കും നല്ല ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും ഇത്തിരി കൂടുതൽ ചീസ് ഇട്ടുണ്ട്. അപ്പോൾ ഐറ്റം ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വിചാരിച്ചതിനേക്കാളും ഭംഗിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോയിൽ വരാം. ബായ്.